കർത്താവായ യേശുക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നിക്കോദാമോസ് എന്നൊരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഗുരു, വൃദ്ധനായ ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുന്നത് എങ്ങനെ? തന്റെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമോ? നാം ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുവൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത് എങ്ങനെ? കർത്താവായ യേശുക്രിസ്തു നിക്കോദാമോസിനോട് മാത്രമല്ല, നാം ഓരോരുത്തരോടും പറയുന്നു, നാം വീണ്ടും ജനിക്കണം. ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡമോഹം ഒരു മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിയിടുന്നു. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവനോ ആത്മാവിലും സത്യത്തിലും ജീവിക്കുന്നു. നമ്മുടെ പാപം അതെത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ വേർപാട്, ഏറ്റുപറച്ചിൽ, മാനസാന്തരം എന്നീ ആത്മാവിനുള്ള ജനനത്താൽ നാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറുന്നു. അതെ, നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം.